പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. വയനാടിന് രക്ഷാ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമൊക്കെ നേരിട്ടെത്തുകയാണ്. വയനാടിൻ്റെ ദുരിതം ദൃശ്യങ്ങളിലൂടെ കണ്ടും ഒപ്പം കേന്ദ്ര സംഘത്തിൻ്റെ വിവരണത്തിലൂടെ അറിഞ്ഞും നേരിട്ടത് മനസ്സിലാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലേക്ക് എത്തുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വിമാനത്താവളത്തിലുണ്ടാകും. കണ്ണൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങുകയാണ്. അതിനുശേഷമാണ് കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോവുക. പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 11:55 കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒരുപക്ഷെ കുറച്ച് നേരത്തെ എത്താനുമുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ കാണാം. 11:05 ഷെഡ്യൂൾഡ് ടൈം. ഇപ്പോൾ 11 മണിക്ക് തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം വന്നിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ സന്ദർശനം വൈകിട്ട് 3 മണിവരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 3 മണിക്ക് ശേഷമാണ് കണ്ണൂരിൽ നിന്ന് പ്രധാനമന്ത്രി തിരികെ ദില്ലിയിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ചൂരൽമലയിലേക്ക് ബെയിലി പാലത്തിനടുത്തേക്ക് ഒക്കെ പ്രധാനമന്ത്രി ഇന്ന് പോകുന്നുണ്ട്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും മുറിവേറ്റ വയനാടിന് ഒരു പ്രതീക്ഷ നൽകുന്ന സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. ദീപക് മലയമ്മയിലേക്ക് നമുക്ക് പോകണം. ഉരുളെടുത്ത ഇടങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. പ്രത്യേക പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ദീപക് മലയമ്മ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്ന സമയം തന്നെ പാലിച്ചിരിക്കുകയാണ്. 11:05 അവിടെ നിന്ന് പുറത്തേക്കെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 10:58 ആകുന്നു. ഇനി അങ്ങോട്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സുജയ, നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഉള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഷെഡ്യൂൾ കൂടി വന്നിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ 11:20 എന്നുള്ള സമയം പറഞ്ഞിരുന്നത്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഗവർണർ, ചീഫ് സെക്രട്ടറി, DGP, ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാന BJP നേതാക്കളൊക്കെ തന്നെയായി അദ്ദേഹത്തെ സ്വീകരിക്കും. അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും പുറപ്പെടുകയും ചെയ്യുക. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഹെലികോപ്റ്റർ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വയനാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ കാഴ്ചകൾ കാണുക, ഒപ്പം തന്നെ ആ വിമാനത്തിൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ വയനാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ മാർഗമായിരിക്കും പ്രധാനമന്ത്രി പുറപ്പെടുക. ഇവിടെ നിന്നും DGP, ഒപ്പം തന്നെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ അനുഗമിക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുകയും അവിടെ കൃത്യമായി വ്യോമ നിരീക്ഷണം നടത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഹെലിപാഡിൽ അദ്ദേഹം വന്ന് ഇറങ്ങുക. റോഡ് മാർഗം പിന്നീട് വീണ്ടും ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ബെയിലി പാലം അടക്കമുള്ള പ്രദേശത്തേക്ക് എത്തി കാര്യങ്ങൾ കേന്ദ്ര സേനാംഗങ്ങളോടക്കം സംസാരിച്ച ശേഷമായിരിക്കും അദ്ദേഹം ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരെയും, ഒപ്പം തന്നെ മേപ്പാടിയിലെ ആശുപത്രിയിൽ കഴിയുന്ന ദുരിതബാധിതരെയും ഒക്കെ സന്ദർശിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനം ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമാണ് 2000 കോടിയുടെ പദ്ധതി അത് വേണം, അത്തരത്തിൽ പുനരധിവാസ പദ്ധതി വേണം എന്നുള്ള നിലപാട് മുന്നോട്ട് വെച്ചതാണ്. ആ കാര്യത്തിലടക്കം എന്ത് സമീപനം സ്വീകരിക്കും എന്നതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ വയനാട് കളക്ടർ ദീപക് മലയമ്മ, നമുക്ക് ഈ സന്ദർശനത്തിലേക്ക് തന്നെ ശ്രദ്ധയൂന്നാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കാനായി വിമാനം ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ദീപക് മലയമ്മയും ഞങ്ങളുടെ വാർത്താ സംഘവും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി വിമാനത്താവളത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. ആരൊക്കെയായിരിക്കും പ്രധാനമന്ത്രിയെ അനുഗമിക്കുക ഈ ഹെലികോപ്റ്ററിൽ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളായിരിക്കും അദ്ദേഹത്തോടൊപ്പം കൽപ്പറ്റയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. അവർ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുള്ള ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അടങ്ങുന്ന മറ്റൊരു സംഘവും കൂടി അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്കാണ് നിലവിൽ കാര്യങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ
ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൈവന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച ഈ 2000 കോടി അടക്കമുള്ള പാക്കേജുകൾ സംബന്ധിച്ച ഒരു ധാരണ ഇന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ ആ ഒരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിൽ കണ്ട് പ്രധാനമന്ത്രി തന്നെ മനസ്സിലാക്കാൻ എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒപ്പം തന്നെ അവിടെയുള്ള ദുരന്ത ബാധിതരെ അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുന്നുണ്ട്. അത് ഒരു തലത്തിലല്ല, ആ ദുരിതം ഉണ്ടായിരിക്കുന്ന മേഖലയിലേക്ക് അദ്ദേഹം നേരിട്ടെത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അവരുടെ വേദന കൃത്യമായി കേൾക്കാൻ ഉള്ള സമയം കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം ആശുപത്രിയിൽ ദുരിതം പേറി കഴിയുന്ന മനുഷ്യരെയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും. ദീപക് മലയമ്മ, അതായത് 4 മണിക്കൂർ നീളുന്ന ദീപക് മലയമ്മ, ഇപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം, 4 മണിക്കൂർ നീളുന്ന സന്ദർശനമാണ് ദുരന്തബാധിത മേഖലയിൽ വിവിധ ഇടങ്ങളിലായി പ്രധാനമന്ത്രി വയനാട്ടിൽ ചെലവഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ 11:05 എത്തും എന്നാണ് പറഞ്ഞത്. കൃത്യം 11:05 തന്നെ അവിടെ എത്തിയിരിക്കുന്നു. ഒപ്പം 11:05 അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക്, അതായത് കൽപ്പറ്റയിലേക്ക് SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു. 3 മണിക്ക് ശേഷമാണ് മടക്കയാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂർ സമയം വയനാട്ടിൽ ഈ ദുരന്തം നേരിട്ടറിയാൻ, എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ കളക്ടറേറ്റിലടക്കം പ്രധാനമന്ത്രി എത്തുകയാണ്, അല്ലേ ദീപക്? അങ്ങനെ തന്നെയാണ്. അതായത് കളക്ടറേറ്റിലേക്ക് എത്തുമ്പോൾ നേരത്തെ നടന്നിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മന്ത്രിതല ഉപസമിതി അടക്കമുള്ള ആളുകൾ അവിടെ വിശദീകരിക്കും. ആ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വ്യക്തത വരുത്തും. ഇന്നലെ തന്നെ കേന്ദ്ര സംഘം ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ആ വലിയ രീതിയിലുള്ളൊരു പഠനം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറായിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഈ കാര്യത്തിൽ ഇനി എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ കൂടി നടക്കും. പുനരധിവാസം എന്നുള്ളത് മാത്രമാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്ന കാര്യം. ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ തരത്തിൽ സംസ്ഥാനത്തെ സഹായിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ആലോചനകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള മറ്റ് പ്രദേശങ്ങൾ കൂടി വയനാട്ടിലുണ്ട്. അത്തരം മേഖലകളിലൊക്കെ തന്നെ തുടർ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ഒരു ചർച്ചയുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പാക്കേജ് എന്നതിനപ്പുറത്തേക്ക് വയനാടിനെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ കരുതുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രധാനമന്ത്രി തന്നെ ആ മേഖലയിലേക്ക് എത്തുകയും വ്യോമ നിരീക്ഷണം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളൊക്കെ ഈ ഏരിയൽ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വളരെ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ആ മേഖലയിലേക്ക് നേരിട്ടെത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഏറ്റവും താഴെത്തട്ടിൽ പറന്നുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്തത്. അങ്ങനെ അല്പസമയത്തിനകം തന്നെ ഈ കണ്ണൂരിലെ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കുക. സുജയ, മുഖ്യമന്ത്രി അടക്കം വിമാനത്താവളത്തിനുള്ളിലുണ്ട്. ഹെലികോപ്റ്ററിലാണ് കൽപ്പറ്റയിലേക്ക് പോകുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് നമുക്കൊപ്പം ഉള്ളത്. ദീപക് മലയമ്മ, ഈ ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങൾ എന്ന് പറയുമ്പോൾ വയനാടിനേറ്റ മുറിവാണ്. പുത്തുമല ദുരന്തത്തിൻ്റെ 5 ആണ്ടുകൾ പിന്നിടുമ്പോഴാണ് അടുത്ത ഒരു ദുരന്തത്തിന് അതേ ഇടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള മുണ്ടക്കയും ഒപ്പം പുഞ്ചിരിമട്ടവും ഒക്കെ സാക്ഷിയാകുന്നത്. ഈ പ്രദേശങ്ങളെക്കുറിച്ച് അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം പ്രധാനമന്ത്രി നേരത്തെ കണ്ടതാണ്. മാധ്യമങ്ങളിലൂടെ, നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് അക്കാര്യങ്ങൾ വിലയിരുത്തുക എന്നത് അദ്ദേഹം എടുത്ത തീരുമാനമാണ്. മുഖ്യമന്ത്രിയെയും ഗവർണറെയും ഒക്കെ കാണുകയും ഗവർണറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ക്യാമ്പുകളിലേക്ക് പോകാമെന്ന തീരുമാനം പ്രധാനമന്ത്രി തന്നെ എടുക്കുകയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ, അവരുടെ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും ഒപ്പം തന്നെ ബെയിലി പാലത്തിലൂടെ അദ്ദേഹം അതായത് ചൂരൽമല ഭാഗത്തു നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവിടെയുള്ള സേനാ ഉദ്യോഗസ്ഥരെയും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ദീപക്, ിലേക്ക് നേരിട്ട് ചെല്ലാനും ആ പ്രദേശത്ത് ഉള്ള ആളുകളുമായി സംസാരിക്കാനും കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തിയാൽ പോലും അവിടെ നിന്നും സന്ദർശനം നടത്തി അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തി മടങ്ങുമെന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് കൂടുതൽ ആളുകളെ കാണുകയും ആളുകളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഒരുപക്ഷെ ആ മേഖലയിലേക്ക് പ്രധാനമന്ത്രി അടക്കം എത്തും. അതിന് തൊട്ടടുത്ത് തന്നെ
ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനത്തിൻ്റെ തൊട്ടടുത്താണ് ഹെലികോപ്റ്ററും സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഒരു യാത്ര ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുമെന്നുള്ളതാണ്. സുജയ പറഞ്ഞതുപോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലും ഒപ്പം തന്നെ വയനാട്ടിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളിൽ ഒരു കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. സുജയ 2 സെക്കൻഡ് എനിക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ദീപക് മലയമ്മ 5 സെക്കൻഡ് എടുത്തോളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട്. ഒന്നിച്ചാണ് അവർ ദുരിതബാധിത മേഖലയിലേക്ക് പോകുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരത്തെ തന്നെ വയനാട്ടിൽ പോയി അവിടെ താൻ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പ്രധാനമന്ത്രിയെ ബ്രീഫ് ചെയ്തിരുന്നു. അതിനു മുൻപ് തന്നെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെയും നിയോഗിച്ചിരുന്നു. 5-ാം തീയതി അദ്ദേഹവും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുകയല്ല, മറിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് നേരിട്ടെത്തുകയാണ്, നടക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ബെയിലി പാലത്തിന് ഇപ്പുറം വരെയാണ് വന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം പോകുന്നുണ്ട്. ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകണം എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് അദ്ദേഹം പോകും എന്നത് നമുക്ക് ഉറപ്പിക്കാം. ചൂരൽമലയിലേക്കാണ്, കൽപ്പറ്റയിൽ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ എത്തിച്ചേരുക. 3 മണിക്കൂർ സമയം ഏകദേശം ഈ സന്ദർശനങ്ങൾക്കായി ഒപ്പം ക്യാമ്പിലുള്ളവരെ കാണുന്നതിനായി വിനിയോഗിക്കുന്നുണ്ട്. പിന്നീട് 1 മണിക്കൂറോളം സമയമായിരിക്കും അവലോകന യോഗങ്ങൾക്കും കൂടിയാലോചനകൾക്കുമായി വിനിയോഗിക്കുക എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രിയും സംഘവും ഇനിയിപ്പോൾ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകും. അതിനായി സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തബാധിത മേഖലകളിൽ കേവലം ആകാശ നിരീക്ഷണമല്ല, ടൗണിൽ നിന്നുള്ള നിരീക്ഷണമല്ല, ദുരന്തബാധിത മേഖലകളിലേക്ക് നേരിട്ട് പോകണം എന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും സംഘവും ഹെലികോപ്റ്ററിലേക്ക് ഇവിടെ നിന്ന് മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും പോവുക. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഒന്നിച്ചാണ് അവർ വയനാട്ടിലേക്ക് പോകുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് പ്രധാനമന്ത്രിയും സംഘവും എത്തിച്ചേരുക. അവിടെ VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ കണ്ണൂരിൽ കൃത്യസമയത്ത് തന്നെ 11:05 തന്നെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം വയനാട്ടിലേക്ക് വരികയാണ്. കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്ര, കൽപ്പറ്റയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതിനു ശേഷം ചൂരൽമലയിലേക്ക് റോഡ് മാർഗം പോകാനാണ് തീരുമാനമെന്നറിയുന്നു. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രഞ്ജിത്ത്, ഒന്ന് തുടരണം. പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ നിന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് അവർ പോകുന്നത്. സുരേഷ് ഗോപി അവിടെ എത്തി നടത്തിയ സന്ദർശനത്തിൽ നിന്ന് വിവരങ്ങൾ പ്രധാനമന്ത്രി കൃത്യമായി ചോദിച്ചറിഞ്ഞിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സംഘവും വയനാട്ടിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. അങ്ങനെ ഈ 3 ടീമിൽ നിന്നുമുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളിലടക്കം വന്ന ആകാശ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാടിൻ്റെ മുറിവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതനുസരിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ കിട്ടുന്ന വിവരങ്ങൾ. അത് വയനാടിന് പൂർണ്ണമായി ഒരു സാന്ത്വനമേകുന്ന പ്രഖ്യാപനമായിരിക്കണം എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും വയനാടിൻ്റെ മുറിവ് പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങി മുണ്ടക്കൈ വഴി ചൂരൽമലയിലേക്കും ഒപ്പം വെള്ളാർമലയിലേക്കുമൊക്കെ എത്തിയ ആ വലിയ ദുരന്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലേക്ക് എത്തുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. കണ്ണൂരിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഇനി ഹെലികോപ്റ്ററിലാണ് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോവുക. അവിടെ നിന്ന് റോഡ് മാർഗമാണ് പോകുന്നത്. ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഒപ്പം ദുരന്തബാധിത മേഖലയിലേക്ക് ചൂരൽമല ടൗൺ, ഒപ്പം ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈയുടെ മറുഭാഗം, ശിവക്ഷേത്രം തകർന്ന ഇടം, അവിടേക്കൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. ഒരു നാട്